ഇടശ്ശേരിക്കാർ. മിനിഞ്ഞാന്നുവരെ ആനക്കോളറായിരുന്നല്ലോ ഫാഷൻ, ഇന്നിപ്പോൾ ഈർക്കിൽ കോളറായോ? ഇത്തരം കളിയാക്കലുകൾക്ക് വസ്ത്രരംഗത്തേക്കാൾ വാഹനരംഗമാണിപ്പോൾ അനുയോജ്യം. കാരണം കഴിഞ്ഞ കൊല്ലം വരെ ഇന്നോവയായിരുന്നു ട്രെൻഡെങ്കിൽ കഴിഞ്ഞ മാസം ഫോർച്യൂണർ, കഴിഞ്ഞ ആഴ്ച എർട്ടിഗ, കഴിഞ്ഞ ദിവസം ക്രിറ്റ എന്ന രീതിയിലാണ് കാർ ബുക്കിംഗ് മാറി മറിയുന്നത്. ഏറ്റവും ഒടുവിൽ സംഭവിച്ച ഫാഷനായിരുന്നു ഏറെ വിചിത്രം. പെട്ടെന്നതാ ബാംഗ്ലൂരിലെ IT പ്രൊഫഷണൽസ് ഇന്നോവയും ഫോർച്യൂണറും എർട്ടിഗയുമെല്ലാം ഇട്ടെറിഞ്ഞ് പ്രാചീനമായ വണ്ടികൾ തേടിയോടുന്നു. അതായത് 50കളിലെയും 60കളിലെയും ഹിന്ദുസ്ഥാൻ 10, ഡോഡ്ജ് കിങ്സ്വേ, മോറിസ് ഓക്സ്ഫോർഡ്, പ്രീമിയർ പദ്മിനി, സ്റ്റാൻഡേർഡ് എന്നീ കാറുകൾ മണ്ണുമൂടിയ ഗോഡൌണുകളിൽ ചെന്ന് കച്ചവടമാക്കുന്നു. അവയുടെ പ്രായപ്രൗഢി നഷ്ടപ്പെടുത്താതെ ചില്ലറ മിനുക്കുപണികൾ ബോഡിയിൽ നടത്തുന്നു. തുരുമ്പു കയറിയ ആന്തരികാവയവങ്ങൾ മാറ്റി ഹസ്സല് ഹോണ്ട എഞ്ചിനും ഓട്ടോമാറ്റിക് ഗിയറും സ്ഥാപിക്കുന്നു. തുടർന്നതാ ബ്രിഗേഡ് റോഡിലും കമേഴ്ഷ്യൽ സ്ട്രീറ്റിലും മല്ലീശ്വരത്തും 2024 വിറവിറപ്പിച്ചുകൊണ്ട് 50കളും 60കളും പരക്കം പായുന്നു. ബാംഗ്ലൂരിൽ മൂർച്ഛിച്ച ഈ ഫാഷൻ കേരളത്തിൽ, അതും തൃശൂരിൽ അരങ്ങേറിയത് മഹാകവി ഇടശ്ശേരിയുടെ വൈദ്യപുത്രനായ ഡോക്ടർ ദിവാകരന്റെ മൂന്നാമത്തെ മകൻ സജീന്ദ്രനിലൂടെയാണ്. അതായത് മുത്തച്ഛന്റെ കവിത്വം ചിത്രകലയായി പുഷ്കലപ്പെട്ട, അതിനൊത്ത പ്രാന്തുള്ള ഇടശ്ശേരി കവിതയിലെ അതിസൂക്ഷ്മ അരാജകത്വം സ്വാംശീകരിച്ച 36ാം വയസ്സിലും അവിവാഹിതനായി നടക്കുന്ന ആർട്ടിസ്റ്റ് സജീന്ദ്രനിലൂടെ. ജിനുവേട്ട, എനിക്ക് വേണ്ടി ബുക്ക് ചെയ്ത ഹോണ്ട സിറ്റി ക്യാൻസൽ ചെയ്തേക്കൂ. എനിക്കെന്തിനാ 16 ലക്ഷത്തിന്റെ കാറല്ല, പ്രാചീനമായൊരു കാറ് വാങ്ങി യൂസബിളാക്കാനാ എന്റെ പരിപാടി. ബാംഗ്ലൂരിലെ തന്റെ പെയിന്റിംഗ് എക്സിബിഷൻ കഴിഞ്ഞെത്തിയ അയാൾ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ വെച്ച് ജ്യേഷ്ഠനോട് പറഞ്ഞു, അയ്യയ്യേ, എന്താ നിനക്ക് സജി? അമ്മ ശോഭ കുസൃതിച്ചിരിയിൽ ചോദിച്ചു. ഡ്രസ്സിംഗിലെ എക്സെൻട്രിസിറ്റി നീ വെഹിക്കിളിലേക്കും കൊണ്ടുവരിക, റോട്ടിൽ കിടന്നുപോകും മോനെ, ഡോക്ടർ ജിനേന്ദ്രൻ മുന്നറിയിപ്പ് നൽകി. ബാംഗ്ലൂരിലെ ഫാഷനായിരിക്കുമല്ലേ ഇത്? മറ്റേ സഹോദരനായ ഹരികൃഷ്ണൻ ജർമ്മനിയിൽ നിന്ന് വീഡിയോ കോളിൽ തിരക്കി. റോഡിലൊന്നും കിടക്കില്ല ജിനൂട്ട, ബാംഗ്ലൂർ ഫാഷൻ പകർത്താനുമല്ല ഹരിയട്ട, പഴയതിന് നമ്മൾ വിചാരിക്കുന്നതിലും വലിയ ഗുണഗണങ്ങളുണ്ട്. തലയ്ക്ക് വെളിവില്ലാത്ത വർഷമാണ് 2024 എന്ന് അച്ഛൻ പറയാറില്ലേ? അതിന്റെ മണ്ടയ്ക്ക് 50-60കളുടെ നെല്ലിക്കാത്തളം ഒന്ന് വെച്ചു നോക്കാം, സജീന്ദ്രൻ വിശദീകരിച്ചു. നിന്റെ തലയ്ക്കാ നെല്ലിക്കാത്തളം വെക്കേണ്ടത്, എരിവോടെ ജിനേന്ദ്രൻ പ്രതികരിച്ചു. മറ്റുള്ളവർ ഉച്ചത്തിലും അച്ഛൻ ദിവാകരൻ പീടിക്കുറ്റി വലിയുടെ ജ്വലനം പോലെയും മകനെ നോക്കി ചിരിച്ചു. മുത്തച്ഛനെ ആസ്പത്രിക്കും മറ്റും കൊണ്ടുപോയിരുന്ന കൊച്ചാപ്പൂവിന്റെ സ്റ്റാൻഡേർഡ് കാറ് ഇപ്പോഴും പൊന്നാനി ചാണറോട്ടിലെ ഗുദാമിൽ കിടപ്പുണ്ടത്രേ, എന്നാ അത് പോയി വാങ്ങിക്കോ. ഓർമ്മകൾ കൊഴുപ്പിച്ച കുതിയോടെ ഡോക്ടർ ദിവാകരൻ പറഞ്ഞു. ഉടൻ ഇടശ്ശേരി പണ്ട് ദൃക്സാക്ഷിയായ കണ്ടോർമ്പിൻകാവ് പൂരത്തിന്റെ പൂക്കുറ്റികൾ സജീന്ദ്രന്റെ പ്രജ്ഞയിൽ തെളിഞ്ഞു. കാർ പർച്ചേസിലെ ഫാഷൻ ഭ്രമത്തിനപ്പുറം, പഴയകാലം വെച്ച് പുതുകാലത്തെ മിരട്ടുന്നതിനപ്പുറം വല്ലാത്തൊരു സുഹൃതാകർഷണം കക്ഷിയെ ബാധിച്ചു. വിരലുകൾ നക്കിത്തോർത്തി ഏറ്റവും ഒടുവിൽ മൂട് പൊക്കാറുള്ള ഇളയ പുത്രൻ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ നിന്ന് പെട്ടെന്ന് പിടഞ്ഞെഴുന്നേറ്റ് കഴിഞ്ഞു. കുൽക്കുഴിയാനൊന്നും നിന്നില്ല. കയ്യെ കഴുകിയെന്ന് വരുത്തി. പാന്റും ഷർട്ടും വലിച്ചിട്ടു. തൃശൂരിലെ കാർ മെക്കാനിക്കുകളുടെ മാസ്റ്ററായ ജോസുട്ടിയെയും കൂട്ടി നേരെ പൊന്നാനിക്ക് വിട്ടു. ചാണാറോട്ടിലെ അലവിക്കുട്ടിയുടെ പൂട്ടിയിട്ട ഗുദാം തേടിപ്പിടിച്ചു. പിടിച്ച പിടിക്ക് തുറപ്പിച്ചു. മഹാകവിയുടെ കൊച്ചുമോൻ മുത്തച്ഛന്റെ
ചന്തിച്ചൂടേറ്റ വണ്ടി കച്ചോടാക്കാൻ വന്ന വാർത്ത അതിശീഘ്രമാണ് നാട്ടുകാരിൽ പടർന്നത്. കിഴക്ക് നിന്ന് കൃഷ്ണപ്പണിക്കർ ലൈബ്രറി അംഗങ്ങളും പടിഞ്ഞാറുനിന്ന് സൈനുദ്ദീൻ മക്തൂം ഫൗണ്ടേഷൻ മെമ്പേഴ്സും ചാണാറോട്ടിലേക്ക് കുതിച്ചു. നാട്ടിലുണ്ടായിരുന്ന ബൻസി നാസറും സംഭവസ്ഥലത്തെത്തി. പിന്നെ സർവാദരണീയരായ കുറച്ച് റിട്ടയർഡ് മാഷന്മാർ, സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ച ആദർശശാലികൾ എന്നിവരും വന്നു ചേർന്നു. ഗുദാമിന്റെ മൂലയ്ക്ക് നിലം പരിശായി ശയിച്ചിരുന്ന സ്റ്റാൻഡേർഡ് വണ്ടിയെ സജീന്ദ്രനും ജോസുട്ടിയും തൊട്ടും പിടിച്ചും പരിശോധിക്കുന്നത് കൂട്ടം കൂടിയവർ സാകൂതം നോക്കി നിന്നു. ചെന്താ ഡോറിന്റെ കനം, അരയിഞ്ച് ഷീറ്റിന്റെ പണിത്തരമാ, ഇന്നാ പിടിച്ചോന്നല്ലേ ഗീർലിവർ നിൽക്കുന്നത്? പല അഭിപ്രായ പ്രകടനങ്ങളും പൊങ്ങി. മൂപ്പരെ കുളിപ്പിച്ചൊരുക്കി റോട്ടിൽ വിട്ടാൽ BMW അടക്കം സല്യൂട്ടടിക്കും. ചിലർ കളിതമാശകളും ചൊല്ലി. പരിശോധന, പരിചരണം, പൊക്കിയെടുക്കൽ, കഴുകൽ, തുടയ്ക്കൽ എല്ലാം കഴിഞ്ഞ് ആനപീടിക്കാരുടെ മിനി ലോറിയിൽ സ്റ്റാൻഡേർഡിനെ കയറ്റുമ്പോഴേക്ക് പക്ഷേ പൊന്നാനിക്കൂട്ടത്തിന്റെ സരളത അസ്തമിച്ചിരുന്നു. അസ്ഥി പെറുക്കി പോകുന്നവരെ ശ്മശാന പാറാവുകാരൻ നോക്കുന്നതിലെ മ്ലാനത ഏവരെയും ബാധിച്ചിരുന്നു. ഇങ്ങോട്ട് വാ നാസറേ, പഴയ കാറിന് നിശ്ചയിച്ച പണം അലവിക്കുട്ടിക്ക് നൽകാൻ കവിയുടെ കൊച്ചുമകൻ പേഴ്സെടുക്കേണ്ട താമസം. പൊന്നാനി അമ്പാനിയായ നാസറെ ഗോപാലൻ മാസ്റ്റർ മാടി വിളിച്ചു. ചെവിയിലെന്തോ കുശുകുശുത്തു. പെട്ടെന്ന് ബൻസി നാസർ ചായക്കാരം പിടിക്കും പോലെ അലവിക്കുട്ടിയുടെയും സജീന്ദ്രന്റെയും ഇടയിൽ ചാടി വീണു. അത് ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം, അലവിക്കുട്ടിക്ക് യാതൊന്നും കൊടുക്കണ്ട. നാസറുടെ കണ്ഠം കുലച്ചു. അതെ അതെ അതെ, ഗോപാലൻ മാഷ് മാത്രമല്ല, എല്ലാവരും പിന്തുണച്ചു. മഹാകവി സഞ്ചരിച്ചിരുന്ന വാഹനം വാങ്ങാനെത്തിയ കൊച്ചുമകനോട് പണം പിരിച്ചാൽ പിന്നെ പൊന്നാനിക്കാരെ എന്തിനു കൊള്ളും? നാട്ടുകാര് വണ്ടിയുടെ വില കൊടുത്തേല് എന്തൂട്ട് വിഷമിക്കാനാ സാറേ? ഇതൊന്ന് റോട്ടിലിറക്കി കിട്ടാൻ ലക്ഷങ്ങൾ വേണ്ടിവരും. സ്റ്റാൻഡേർഡിനെ തലയിലേറ്റിയ ലോറിയെ അനുഗമിച്ച മാരുതി ഡിസൈറിൽ വെച്ച് ജോസുട്ടി സജീന്ദ്രനെ സമാശ്വസിപ്പിച്ചു. തൃശൂരിലെ വർക്ക്ഷോപ്പിലെത്തിച്ച് പഴങ്കാറിനെ വീണ്ടും വിലയിരുത്തുമ്പോഴും അതിനെ റണ്ണബിളാക്കാനുള്ള ചെലവുകളെക്കുറിച്ചാണ് ആ മാസ്റ്റർ ഓഫ് മെക്കാനിക് പ്രതിപാദിച്ചത്. ബോഡി നിലനിർത്തി എഞ്ചിനും ക്ലച്ചും ഓട്ടോമാറ്റിക് ഗിയറുമെല്ലാം ഹോണ്ടയുടേതാക്കാൻ 7 ലക്ഷം വേണ്ടിവരും. പെയിന്റിങ്ങും അത്യാവശ്യം ആക്സിലറീസും കൂടി ചേർത്താൽ മൊത്തം 8.5-9 ലക്ഷമാകും. പിന്നെ സാറിനൊന്നും ചേരാത്തൊരു പരിപാടിയുണ്ട്. പഴയതിന്റെ തന്നെ എഞ്ചിനും ക്ലച്ചും ഗിയറും റിപ്പയർ ചെയ്ത് മൂപ്പരെ ഓട്ടിക്കുക. അതിന് ഭൂതകാലം മുഴുവൻ അരിച്ചുപെറുക്കി പഴയ സ്പെയർ പാർട്സ് സംഘടിപ്പിക്കേണ്ടി വരും. ലേബർ ചാർജ് കൂടുകയും ചെയ്യും. തൃശൂർ ഭാഷയുടെ കുറ്റാരോപണ സ്വരത്തിൽ ജോസുട്ടി സംസാരം നീട്ടി. അന്നേരം പഴയ കാറിന്റെ പ്രൗഢി കുനിഞ്ഞു നിന്ന് ആസ്വദിക്കുകയായിരുന്ന സജീന്ദ്രൻ പെട്ടെന്ന് ചലനമറ്റു. ബോണറ്റിൽ നിന്ന് തല പൊക്കാതെ ചിന്താക്രാന്തനായി. എന്താ സാറേ ആലോചിക്കുന്ന എന്ന ജോസുട്ടിയുടെ ചോദ്യത്തിന് ഒന്നും മിണ്ടിയില്ല. 5-6 മിനിറ്റ് കഴിഞ്ഞ് അയാൾ ഇങ്ങനെ തറപ്പിച്ചു പറഞ്ഞു. ഹോണ്ടയുടെ ഭാഗങ്ങൾ തിരുകിക്കയറ്റി ഈ കാറ് ഓടിക്കണ്ട ജോസുട്ടിയെ. ജീവിതത്തിൽ ഒട്ടും വ്യാജമില്ലാത്ത മനുഷ്യനായിരുന്നു എന്റെ മുത്തച്ഛൻ. അദ്ദേഹം പോയി വന്നിരുന്ന കാറിനെ പറ്റേ മിമിക്രിയാക്കേണ്ട. എത്ര പ്രയാസപ്പെട്ടാലും ഇതിന്റെ എഞ്ചിനും ഗിയറും മറ്റും റിപ്പയർ ചെയ്ത് കണ്ടീഷനാക്കിയാൽ മതി. തൃശൂർക്കാരന്റെ പ്രായോഗികതക്കേറ്റ കടുത്ത പ്രഹരമായിരുന്നു ആ വാചകങ്ങൾ. കാർ മെക്കാനിക്കുകളുടെ മാതുലനായ ജോസുട്ടി ഡിവൈഡറിൽ ഇടിച്ച മാരുതി 800 പോലെ വിരണ്ടുപോയി. മുത്തച്ഛൻ സഞ്ചരിച്ചിരുന്ന കാറ് കച്ചവടാക്കാൻ പൊന്നാനിക്ക് പോയ മുതൽ അച്ഛനും അമ്മയും സഹോദരങ്ങളും ഇളയവനെ
ബന്ധപ്പെടലോട് ബന്ധപ്പെടലായിരുന്നു. എന്താ വണ്ടി അലവിയുടെ ഗുദാമിലില്ലേ? ഡോക്ടർ ദിവാകരന്റെ ഫോൺ കോൾ തിരക്കി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ PC മുത്തച്ഛന്റെ വീട്ടുകാരെ വിളിച്ചോ? അമ്മ ശോഭയുടെ വാട്സാപ്പ് സന്ദേശം നിർദ്ദേശിച്ചു. ഹൗ ഈസ് ദി കാർ? ഈസ് ഇറ്റ് റിപ്പയറബിൾ ഓർ ഡിപ്ലോറബിൾ? ജ്യേഷ്ഠൻ ജിനചന്ദ്രൻ ഇൻസ്റ്റഗ്രാമിൽ കുസൃതിച്ചു. പഴങ്കാർ വാങ്ങാനുള്ള സുചീന്ദ്രകമ്പം മഹാകവിയുടെ യാത്രാവാഹനത്തിൽ കലാശിച്ചതും സംഭവ സ്വഭാവം തന്നെ മാറി മറിഞ്ഞെന്നർത്ഥം. ഏതായാലും പഴങ്കാറിന്റെ എഞ്ചിൻ മാറ്റുന്ന പ്രശ്നമില്ലെന്ന് മകൻ പ്രഖ്യാപിച്ച അതേ മുഹൂർത്തത്തിലാണ് സ്നേഹമേറുമ്പോൾ അച്ചച്ചാരെന്ന് വിളിക്കപ്പെടുന്ന ഡോക്ടർ ദിവാകരൻ ഓർക്കാപ്പുറത്ത് പാട്ടുരായ്ക്കലെ ജോസൂട്ടിയുടെ വർക്ക്ഷോപ്പിലെത്തിയത്. വന്നപാടെ ഒന്നും മിണ്ടാതെ പ്രിയപുത്രൻ കരസ്ഥമാക്കിയ അമൂല്യ സ്വത്ത് അദ്ദേഹം നോക്കി നിന്നു. ആ നിർനിമേഷ മിഴികൾ ഉരുകിയൊലിച്ചു. 3 പതിറ്റാണ്ട് പാലിയേറ്റീവ് കെയർ ആശുപത്രിയിൽ സേവനമനുഷ്ഠിച്ചതിന്റെ കരുണരസം മുഴുവൻ കവിളിൽ ആളി. ജോസൂട്ടി പണി തുടങ്ങുന്നതിന് മുൻപേ നമുക്ക് മുത്തച്ഛൻ ഇരുന്നിരുന്ന സീറ്റിലൊന്ന് ഇരുന്നാലോ? ദിവാകരൻ ചോദിച്ചു. ഓ അച്ചച്ചാരുടെ വികാര താരല്യം തിരിച്ചറിഞ്ഞ പുത്രൻ തയ്യാറായി. പിതൃവിരലുകൾ കോർത്തുപിടിച്ച് ജനിതകത്തെ പാട്ടും പാടിച്ച് അയാൾ വണ്ടിക്കടുത്തേക്ക് നടന്നു. കാറിന്റെ കരകരപ്പുള്ള തുരുമ്പുഡോർ അച്ഛനും മകനും വേണ്ടി ജോസൂട്ടി തുറന്നുകൊടുത്തു. മഹാകവിയുടെ ഊഷ്മാവ് പതിച്ചിരുന്ന മുഷിഞ്ഞ സീറ്റിൽ ചന്തി അമരാതെ വെറുങ്ങല്ലിച്ചാണ് രണ്ടുപേരും ഇരുന്നത്. അപ്പോഴാണ് ഡോക്ടർ ദിവാകരന്റെ അനുജൻ, അതായത് മഹാകവിയുടെ കനിഷ്ഠ സന്തതിയായ അശോകൻ ഭാര്യാസമേതം വർക്ക്ഷോപ്പിലെത്തിയത്. വാ അശോക, വാ ജയശ്രീ, വരൂ അശോകമ്മാമേ, വരൂ ജയശ്രീയമ്മായി. ആശ്ചര്യ വിളികൾ ദിവാകരനിൽ നിന്നും സുചീന്ദ്രനിൽ നിന്നും ആഗതർക്ക് നേരെ പാഞ്ഞു. സ്വാഭാവികമായും ഇത്തവണ ജോസുട്ടി തുറന്നു പിടിച്ചത് സ്റ്റാൻഡേർഡിന്റെ മുൻഡോറുകളാണ്. ഡ്രൈവർ സീറ്റിലും സമീപത്തുമായി കയറിപ്പറ്റിയ അശോകനും ജയശ്രീയും സ്വന്തക്കാരെ നോക്കാൻ അർദ്ധവൃത്താകൃതിയിൽ പുറംതിരിഞ്ഞു. പുതിയതായി വാങ്ങിയ പഴയ കാറിനു വേണ്ടി പാറമേക്കാവ് ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തിയതിന്റെ തേങ്ങാപ്പൂവും കരിപ്രസാദവും ജയശ്രീ കൊണ്ടുവന്നിരുന്നു. അവൾ കരിപ്രസാദമെടുത്ത് വണ്ടിയുടെ പാണ്ടുപിടിച്ച സ്റ്റിയറിംഗിലും എറിച്ചു നിന്ന ഗീർലിവറിലും ഠാവട്ടം സ്പീഡോമീറ്ററിലും തുടിവിച്ചു. പിന്നെ എല്ലാവർക്കും തൊടാനായി ഇലക്കുമ്പിൽ പിറകോട്ട് നീട്ടി. ഭാര്യയുടെ ആരാധനാ സ്വാതന്ത്ര്യം വിലക്കാറില്ലെങ്കിലും ഒരിക്കലും സ്വയമത് ചെയ്യാത്ത അശോകൻ അന്ന് വലിയ മനോവിശാലത കാണിച്ചു. നാളികേരപ്പൂള് തിന്നതിനു പുറമെ കരിപ്രസാദം നെറ്റിയിലും തേച്ചു. ഇത് ആധുനികക്കകത്തും ഭൂതത്തെ പോറ്റിയ ജന്മമാണ്, കളിക്കാൻ നിൽക്കണ്ടാട്ട. വെറുതെ തേങ്ങാപ്പൂള് ചവയ്ക്കുമ്പോഴെല്ലാം വശ്യമായ നവോത്ഥാനകാല ചൂര് സകലരും കാറിനകത്ത് മണത്തിരുന്നു. അതിനാൽ വല്ലാത്തൊരു സ്വസ്ഥതയിലേക്ക് ദിവാകരനും അശോകനും ജയശ്രീയും സജീന്ദ്രനും മയങ്ങിപ്പോയി. ബന്ധുമിത്രാദികളുടെ വീടുകളിലേക്കുള്ള നീട്ടിവെച്ച സന്ദർശനങ്ങൾ അങ്ങ് നടത്തിക്കളയാമെന്ന് ഡോക്ടർ ദിവാകരൻ അപ്പോൾ ചിന്തിച്ചു. നെറികേട് കാണിച്ച ചങ്ങാതിയെ മാപ്പാക്കി ഫ്രണ്ട്ഷിപ്പ് പുനഃസ്ഥാപിച്ചേക്കാമെന്ന് എഞ്ചിനീയർ അശോകൻ വിചാരിച്ചു. മാസങ്ങളായി പ്ലാൻ ചെയ്യുന്ന കുടുംബമംഗമാരുടെ കുളുമല മണാലി ട്രിപ്പ് പെട്ടെന്ന് സംഘടിപ്പിക്കാൻ ജയശ്രീ ബന്ധപ്പെട്ടു. ചിത്രശാലയുടെ അറ്റകുറ്റപ്പണി മാറ്റിവെച്ച് കൊടൈക്കനാലിലെ കാമുകിക്കൊപ്പം കുറച്ചു ദിവസം ചെലവഴിക്കാൻ സജീന്ദ്രനും തീരുമാനിച്ചു. അത്യന്തം മനുഷ്യോന്മുഖവും സ്നേഹോന്മുഖവും ജീവിതോന്മുഖവുമായിരുന്നു എല്ലാവരുടെയും മനോയാനങ്ങൾ. എങ്ങനെ അല്ലാതിരിക്കും? മനുഷ്യന്മാർ മൗലികമായി നന്മ നിറഞ്ഞവരല്ലേ, സുന്ദരികളും സുന്ദരന്മാരുമല്ലേ.
അതീവ വശ്യമായിരിക്കില്ലേ 50കളുടെയും 60കളുടെയും വായു ശ്വസിച്ചുള്ള മരണം പോലും. വണ്ടി റിപ്പയറിംഗ് ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞിരുന്ന ജോസുട്ടി കാറിനകത്ത് ഉപവിഷ്ടരായവരെ പലതവണ ഒളികണ്ണിട്ട് നോക്കി. മൂന്നാമത്തെ ഏന്തി നോട്ടത്തിൽ എന്തൂട്ട് ഇരുപ്പാണിതെന്ന് പെറുപെറുത്തു. പക്ഷേ ഇടശ്ശേരി കുടുംബം ഗവനിച്ചതേയില്ല. കാരണം അങ്ങേയറ്റം ശുഭകാരിയായ കാലഗന്ധമാണല്ലോ വണ്ടിക്കകത്തവർ വലിച്ചു കയറ്റുന്നത്. അതുകൊണ്ട് തന്നെ രാമൻ മേനോൻ വക്കീലിന്റെയും ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെയും ഉറൂബ് എന്ന PC കുട്ടിക്കൃഷ്ണന്റെയും അരുമയോർമ്മകൾ തികട്ടി വന്നു. ഗോവിന്ദാരെ, കക്ഷികളുടെ പണം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണേ എന്ന് ഉപദേശിച്ചിരുന്ന ഗാന്ധിയനായ രാമൻ മേനോൻ വക്കീൽ 8 മക്കളുമായി പട്ടിണിയിലും പരിവട്ടത്തിലും കഴിയുമ്പോഴും കേസിന് വരുന്നവർ തരുന്ന അണാപൈ കണക്ക് തെറ്റാതെ സൂക്ഷിച്ചിരുന്ന ആധാരമെഴുത്തുകാരൻ ഗോവിന്ദാര് ചെറുമനോടും നമ്പൂരിയോടും മാപ്പിളയോടും പക്ഷഭേദമില്ലാതെ പെരുമാറിയിരുന്ന എത്ര മനുഷ്യോപദ്രവങ്ങൾ സഹിച്ചാലും AV ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ രാത്രി മലർന്ന് കിടന്ന് നക്ഷത്രങ്ങൾ എണ്ണി പ്രകാശമയം തന്നെ പ്രപഞ്ചമെന്ന് ആശ്വസിച്ചിരുന്ന PC കുട്ടിക്കൃഷ്ണൻ ഒരു മെക്കാനിക്കും എടുക്കാത്ത റിസ്ക് എടുത്താണ് 41 നാൾക്കകം ജോസുട്ടി മഹാകവി ഇടശ്ശേരി യാത്ര ചെയ്തിരുന്ന 1955 മോഡൽ സ്റ്റാൻഡേർഡ് കാർ സഞ്ചാരയോഗ്യമാക്കിയത്. പ്രാചീനമായ എഞ്ചിന്റെയും ക്ലച്ചിന്റെയും ഗിയറിന്റെയും സ്പെയർ പാർട്ടുകൾ കിട്ടാൻ കോയമ്പത്തൂരും പൊള്ളാച്ചിയിലും അയാൾക്ക് സിൽബന്ദികളെ വിടേണ്ടി വന്നു. എന്നാലും വണ്ടിയുടെ പ്രധാന ഭാഗങ്ങൾ മാറ്റാതെ കാറ് അയാൾ റിപ്പയർ ചെയ്തെടുത്തു. അധ്വാനിച്ച് തിരിക്കേണ്ട സ്റ്റിയറിംഗും ഉദ്ധത വീര്യത്തിൽ എഴുന്നു നിൽക്കുന്ന ഗിയർ ലിവറും ചേതോഹരമായ കൊച്ചു സ്പീഡോമീറ്ററും അതേപോലെ നിലനിർത്തി. നരച്ചതെങ്കിലും സീറ്റ് കവറിന് നല്ല വാസനയുള്ളതിനാൽ അത് പിച്ചിപ്പറിച്ച് കളഞ്ഞില്ല. പുതുകാല വാടയുടെ റക്സിനൊന്നും ഒട്ടിച്ചു ചേർത്തില്ല. ഒരു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് കണ്ടീഷനായ വണ്ടിയുമായി ജോസൂട്ടി വീട്ടിലേക്ക് വന്നു. നാളെ 12:30 കാറെത്തുമെന്ന് സജീന്ദ്രൻ തലേന്ന് സൂചിപ്പിക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ. എന്നിട്ടും 11:30 മണിക്ക് തന്നെ ഡോക്ടർ ദിവാകരൻ പാലിയേറ്റീവ് കെയറിൽ നിന്നും ഡോക്ടർ ജിനചന്ദ്രൻ മദർ ഹോസ്പിറ്റലിൽ നിന്നും പാർപ്പിടത്തിൽ മടങ്ങിയെത്തി. സമയം കണക്കാക്കി ഹരികൃഷ്ണൻ ജർമ്മനിയിൽ നിന്ന് വീഡിയോ കോളിൽ വന്നു. 12 മണി മുട്ടിയതും ഇടശ്ശേരി പുത്രന്മാരായ മാധവനും അശോകനും കുടുംബാംഗങ്ങളോടൊപ്പം ഏതോ മഹാത്മാവിനെ എതിരേൽക്കാനെന്ന പോലെ വീട്ടുമുറ്റത്ത് അണിനിരന്നു. ഭാഗ്യം, ഒരു ബ്രൗൺ കവർ ബാക്ക് സീറ്റിൽ ചാരിവെച്ചാണ് ജോസുട്ടി പഴങ്കാറ് കൊണ്ടുവന്നിരുന്നത്. ശകടം വീട്ടുമുറ്റത്ത് നങ്കൂരമിട്ടതും ആ വിവേകശാലി ചാടിയിറങ്ങി കുടുംബക്കാർക്കെല്ലാം ഓരോ ലഡു വിതരണം ചെയ്തു. കാറിന്റെ ചാവി സജീന്ദ്രൻ സാറിന് സമർപ്പിച്ചു. അഡ്വാൻസ് കഴിച്ച് ബാക്കി തുക വാഹന ജേതാവിന്റെ വിറയ്ക്കുന്ന കയ്യിൽ നിന്ന് സ്വീകരിച്ചു. മുതിർന്നവരും മക്കളുമടങ്ങുന്ന 32 കുടുംബാംഗങ്ങളെയും മാറി മാറി വണ്ടിയിൽ കയറ്റി സ്വരാജ് റൗണ്ട് ചുറ്റിക്കുക എന്ന യജ്ഞം തുടർന്ന് സജീന്ദ്രൻ ഏറ്റെടുത്തു. വന്നവരെല്ലാം പിരിഞ്ഞപ്പോൾ സ്റ്റുഡിയോയിലേക്കുള്ള അന്നത്തെ സവാരിക്ക് പുത്തൻ അതിഥിയെ തന്നെ കൂട്ടിക്കളയാമെന്ന് അയാൾ തീരുമാനിച്ചു. പ്രിയ യാത്രാഗുരുവേ, അങ്ങയെ എല്ലാവർക്കും പെരുത്ത് ഇഷ്ടമായിട്ടുണ്ട്. പെട്ടെന്നൊരു വിളിപ്പേർ തടഞ്ഞ സജീന്ദ്രൻ പൊന്നാനിശീലിൽ കാറിനോട് പറഞ്ഞു. തലകുലുക്കി സമ്മതിച്ച പോലെ ശകടമൊന്ന് കുലുങ്ങി. തട്ടുതടവുകളില്ലാതെ സ്വരാജ് റൗണ്ടിലൂടെയും മഹാത്മാഗാന്ധി റോഡിലൂടെയും ആളുകളുടെ ശ്രദ്ധയാകർഷിച്ച് അത് ഓട്ടം പിടിച്ചു. ആള് ഉഷാറാണല്ലോ. സജീന്ദ്രൻ വണ്ടിയെ കുഞ്ചിച്ചു. കാറ് ചെറുതായി കുണുങ്ങി. പൊടുന്നനെയാണ് ടെമ്പോ ട്രാവലർ ഇടിച്ച് പാവപ്പെട്ട ഒരു സ്കൂട്ടർ യാത്രക്കാരൻ
പൂങ്കുന്നം ജംഗ്ഷനിൽ തെറിച്ചു വീഴുന്നത് അയാളുടെ കണ്ണിൽപ്പെട്ടത്. എന്ത്? റോഡിൽ വീണുകിടക്കുന്ന ചെറുപ്പക്കാരനെ തിരിഞ്ഞു നോക്കാതെ ടെമ്പോ ട്രാവലർ കടന്നുപോകുകയോ? തിരിക്കാതെ തന്നെ കാറിന്റെ സ്റ്റിയറിംഗ് ആക്സിഡന്റ് സ്പോട്ടിലേക്ക് വെട്ടിവളഞ്ഞു. രക്ഷപ്പെടുന്ന കൊലയാളി വാഹനത്തിനു മുന്നിൽ വണ്ടി ചെന്ന് ബ്ലോക്കായി നിന്നു. ചിന്തിക്ക പോലും ചെയ്യാതെയാണ് സുചീന്ദ്രൻ അപ്പോൾ കാറിൽ നിന്ന് ചാടിയിറങ്ങിയതും ആളുകളെ വിളിതെളി കൂട്ടിയതും. ടെമ്പോ ട്രാവലർ ഡ്രൈവറെ പിടികൂടിയതും പരിക്കേറ്റവനെ ആശുപത്രിയിൽ എത്തിച്ചതും. പിറ്റേന്ന് പഴങ്കാറുമായി നടത്തിയ ഫോർട്ട് കൊച്ചി യാത്രയാകട്ടെ കൂടുതൽ സംഭവബഹുലമായിരുന്നു. പുതുക്കാട് റോഡിലൂടെ തന്റെ കാറ് സാവധാനം തെക്കോട്ട് ഒഴുകുകയാണ്. ഗുസ്തി പിടിക്കുന്ന ചൂരിദാർക്കാരിയെ വഹിക്കുന്ന ഒരു ഫോർച്യൂണർ അതാ ഇടവഴിയിലേക്ക് പതുങ്ങുന്നു. എന്താണിത് സംഗതി? സജീന്ദ്രന് അമ്പരക്കാൻ പോലും സമയം കിട്ടിയില്ല. അതിനു മുൻപ് സ്റ്റിയറിംഗ് സ്വയം വെട്ടിച്ച് തന്റെ വണ്ടി ഫോർച്യൂണർക്ക് പിറകെ പാഞ്ഞുകഴിഞ്ഞു. മറികടന്ന് കുറുകെ പോയി നിന്നുകഴിഞ്ഞു. ആവേശപ്പെട്ട താൻ കാറിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു. മുന്നോട്ട് കുതിച്ചു കഴിഞ്ഞു. ഇടതടവില്ലാതെ അടിച്ചടിച്ച് അതിക്രമ വാഹനത്തിന്റെ ഡോറ് തുറപ്പിച്ചു കഴിഞ്ഞു. കശ്മല കരങ്ങളിൽ നിന്ന് പെൺകിടാവിനെ രക്ഷിച്ചു കഴിഞ്ഞു. ചിത്രകാരന്റെ പണി ചിത്രം വര മാത്രമെന്ന് വിശ്വസിച്ചിരുന്ന, ആക്ടിവിസ വഴികൾ പറ്റെ അവഗണിച്ചിരുന്ന തന്നെ കൊണ്ട് പഴങ്കാറ് ചെയ്യിപ്പിക്കുന്ന പണികളെ അയാൾ വിസ്മയിച്ചു. സ്കൂട്ടർ യാത്രക്കാരനെയും ചൂരിദാർക്കാരിയെയും ആർട്ടിസ്റ്റ് സജീന്ദ്രൻ രക്ഷപ്പെടുത്തിയ കഥ മോശമല്ലാത്ത മാധ്യമ ശ്രദ്ധയായിരുന്നു പിടിച്ചുപറ്റിയത്. ജനറൽ പേജിൽ തന്നെ മാതൃഭൂമിയും മനോരമയും ദേശാഭിമാനിയും വാർത്ത റിപ്പോർട്ട് ചെയ്തു. ഭുവനേശ്വറിലെ ഭൂകമ്പത്തിന്റെ ബ്രേക്കിങ്ങിനിടയിലും ചാനലുകൾ സംഭവം സ്ക്രോൾ ചെയ്തു. തുടർന്ന് കണ്ടമാനം ഫോൺ കോളുകൾ സജീന്ദ്രനെ തേടിയെത്തി. ചില മനുഷ്യാവകാശ പ്രവർത്തകർ ഗൃഹസന്ദർശനവും നടത്തി. ഇളയവന്റെ ലെവലുകേടുകൾ നന്നായി അറിയുന്ന വീട്ടുകാരെ ഇതെല്ലാം അസ്വസ്ഥ ചിത്തരാക്കി. ഓർക്കാതെ നീ ഓരോന്നിന് ചാടിയിറങ്ങേണ്ട, ഡോക്ടർ ദിവാകരൻ ഉപദേശിച്ചു. കാറ് വാങ്ങിയ ശേഷം നീ വല്ലാതെ റെക്ലസ് ആകുന്നുണ്ട് സജി, കൺട്രോൾ യുവർ സെൽഫ്, ഡോക്ടർ ജിനചന്ദ്രൻ തെര്യപ്പെടുത്തി. അതേസമയം ധർമ്മിഷ്ഠതയുടെ ജീൻ തനിക്കകത്ത് തെള്ളി ദിവാകരന്റെ അന്തരംഗമപ്പോൾ അഭിമാനപൂരിതമായി. അവൻ എന്റെ മോനല്ലേ, അച്ചച്ചാര് മനസ്സിൽ മന്ത്രിച്ചു. തേർഡ് പഠനകാലത്ത് ഒരു വിരൂപനായ രോഗിയെ വെറ്റിനറി ഹോസ്പിറ്റലിൽ അയച്ചൂടെയെന്ന് സാമുവൽ സാർ പരിഹസിച്ചപ്പോൾ താൻ തട്ടിക്കയറിയത് അയാൾ അരുമയോടെ ഓർത്തു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കലോ ആക്രമിക്കപ്പെടുന്നവരെ മോചിപ്പിക്കലോ ഒന്നും പിന്നീട് ഉണ്ടായില്ലെങ്കിലും ഒരു കാര്യം സജീന്ദ്രന് തീർച്ചയായി: കാറിന്റെ സാമീപ്യം തന്റെ കാഴ്ചയെയും കാഴ്ചപ്പാടിനെയും പറ്റെ മാറ്റിമറിച്ചിരിക്കുന്നു. 50കളുടെയും 60കളുടെയും ചില്ലിലൂടെ നോക്കുന്നതുകൊണ്ടായിരിക്കാം എല്ലാറ്റിലും നല്ല ഗുണദോഷ വിചിന്തനം നടക്കുന്നു. കണ്ടില്ലേ, സ്വരാജ് റൗണ്ടിൽ മാന്യന്മാരായി സഞ്ചരിക്കുന്നവരിൽ ചോരുന്ന പേറത്തരം, ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡിൽ തിരക്കുകൂട്ടുന്നവരിൽ വികൃതപ്പെടുന്ന സ്വാർത്ഥത, പാട്ടുരായ്ക്കലായാലും പൂങ്കുന്നത്തായാലും ഫോർട്ട് കൊച്ചിയിലായാലും മരുന്നിന് കിട്ടാത്ത പരക്ലേശ വിവേകം, സർവരിലും പിടയ്ക്കുന്ന ഹേതുവില്ലാത്ത പേപ്പട്ടി ബഹളി. ഇവന്മാരെക്കാൾ മനുഷ്യത്വമില്ലേ കാഴ്ച ബംഗ്ലാവിന് മുന്നിൽ തെരുവുനായ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന പിച്ചക്കാരന്? ഈ കാറ് കൂടെയുള്ള കാലത്തോളം സ്വന്തം തലമുറക്കാരുടെ ഹൂ കേഴ്സും ഗെറ്റ് ലോസ്റ്റും തനിക്ക് വഴങ്ങില്ലെന്ന് സജീന്ദ്രന് ബോധ്യമായി. മാധ്യമാഘോഷം നിമിത്തം പല വണ്ടിക്കാരും തൃശൂർ എറണാകുളം റോഡുകളിൽ വെച്ച് പഴയ KLM 158 രജിസ്ട്രേഷൻ സ്റ്റാൻഡേർഡിനെയും സജീന്ദ്രനെയും തിരിച്ചറിയാൻ തുടങ്ങി. ചില ഡ്രൈവർമാർ കൈ പുറത്തേക്കിട്ട് വിഷ് ചെയ്തു. മറ്റു ചിലർ ചില്ലിലൂടെ അതിവിശാലമായി ചിരിച്ചു. എന്തിന്, പുത്തൻ റോൾസ് റോയ്സ് ഫാന്റം വരെ ഡിം ലൈറ്റിട്ട്
1955 മോഡൽ കാറിനോട് തങ്ങളുടെ ആദരം പ്രകടിപ്പിച്ചു. സജീന്ദ്രനെ അകത്തിരുത്തി മറ്റു വണ്ടികൾക്ക് നടുവിൽ സഗൗരവം സധൈര്യം ഇടശ്ശേരിക്കാർ ഓടിക്കൊണ്ടിരുന്നു. കോടികളുടെ ആടയാഭരണങ്ങളിട്ട വിദേശ വണ്ടികൾ തന്റെ കാറിനെ സൊല്യൂട്ടടിക്കുന്ന പോലെ അയാൾക്ക് തോന്നി. അന്നയാൾ സ്റ്റുഡിയോയിൽ ചെന്ന് ഒരു ഗാന്ധിപ്പടം വരച്ചു. സൂട്ടും കൂട്ടുമിട്ട ബ്രിട്ടീഷ് ജഡ്ജി അർദ്ധനഗ്നനായ മഹാത്മജിയെ കൈകൂപ്പുന്ന ചിത്രം. KCS പണിക്കരുടെ ധ്യാനശീലവും CN കരുണാകരന്റെ വർണ്ണശബളിമയും ഒത്തിണങ്ങിയതാണ് സജീന്ദ്രന്റെ പെയിന്റിങ്ങുകളെന്ന് പറയാം. കാറ് കൈവശമായതും ഈ ഗുണഗണങ്ങൾ നഷ്ടപ്പെടാതെ തന്നെ ആംഗിളിൽ വലിയ മാറ്റം അയാളുടെ ചിത്രമെഴുത്ത് കൈവരിച്ചു. തന്നിലൂടെയുള്ള കാഴ്ചകൾക്ക് പകരം മുറിമ്പേറ്റ് നെടുമ്പാതയിൽ പിടയുന്നവന്റെ, വണ്ടിയിൽ ബലാത്സംഗം ചെയ്യപ്പെടുന്നവളുടെ, എച്ചിൽമേശ തുടയ്ക്കുന്നവരുടെ, പട്ടിണി കിടക്കുന്നവരുടെ, ആട്ടി ഓടിക്കപ്പെടുന്നവരുടെ എല്ലാം വീക്ഷണകോണുകൾ രചനകളിൽ കലർന്നു. വരപ്പിൽ പോലും മഹത്വം ചാലിക്കുന്ന പഴങ്കാറിനോട് ഒരുതരം ആശ്രിതത്വഭാവം സജീന്ദ്രനിൽ വളർന്നു. ചിലപ്പോഴെല്ലാം വണ്ടിയിൽ കയറി സ്റ്റിയറിംഗിന്മേൽ തല കുമ്പിട്ട് അയാളിരുന്നു. ശിവാരാധന പോലെ ഗിയർ ലിവറിനെ വണങ്ങി സ്പീഡോമീറ്ററിന്റെ അടിയിൽ തൊട്ടു വന്നിച്ചു. വിവേകചിന്തയും ബുദ്ധിത്തെളിച്ചവും പലപ്പോഴും സംഭവിച്ചു. സജിയുടെ കാറിലൊന്ന് ചുറ്റിയടിക്കണം. മാധവന്റെയും അശോകന്റെയും കുടുംബാംഗങ്ങൾ സന്ദർശന വേളകളിൽ കുതിച്ചു. സജീന്ദ്രൻ അവരെ തന്റെ വാഹനത്തിൽ കയറ്റി സ്വരാജ് റൗണ്ടും കിഴക്കേക്കോട്ടയും ചുറ്റിച്ചു. സജി അങ്കിളിന്റെ കാറിലിരുന്ന് റിവിഷൻ നടത്തിയപ്പോ ഹൗ ഫാസ്റ്റ് ഐ കുഡ് ലേൺ മാധവന്റെ കൊച്ചുമക്കൾ ആശ്ചര്യപ്പെട്ടു. അപ്രതീക്ഷിതമായാണ് ബൃഹത്തായൊരു ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ പ്രോജക്ട് പ്രപ്പോസൽ US-ലെ പ്രവാസി സുഹൃത്തുക്കൾ മുഖേന സജീന്ദ്രന്റെ മുന്നിലെത്തിയത്. ആർട്ടും ആർക്കിടെക്ചറും പഠിപ്പിക്കുന്ന ലോകോത്തര അക്കാദമി തൃശൂരിൽ സ്ഥാപിക്കുക, മ്യൂസിയം ഇൻസ്റ്റലേഷനുകൾ നടത്തിക്കൊടുക്കുക, എക്സിബിഷനുകൾ ഏറ്റെടുക്കുക, ബിനാലെ പ്ലാനിംഗ് നടത്തുക എന്നിവയായിരുന്നു എയിംസ് ഓഫ് ദി പ്രോജക്ട്. CEO ആയി സജീന്ദ്രൻ ചേരുകയാണെങ്കിൽ നല്ല ശമ്പളം ലഭിക്കും. പക്ഷേ സ്റ്റുഡിയോ സ്ഥിതി ചെയ്യുന്ന കണ്ണായ സ്ഥലം പ്രോജക്റ്റിനു വേണ്ടി അയാൾ കൈമാറേണ്ടി വരും. അതായത് കാര്യങ്ങൾ നേരാമണ്ണമാണെങ്കിൽ വലിയ വിജയം കൈവരിക്കാം. വീഴ്ച പറ്റിയാൽ തൃശൂരിലെ സ്റ്റുഡിയോ അടക്കം കുഴപ്പത്തിലാകുകയും ചെയ്യും. എന്താണ് അച്ചച്ചാരെ വേണ്ടത്? റിസ്ക് എടുക്കണോ? എന്താണ് ജിനുവേട്ട വേണ്ടത്? പഴയ സ്റ്റുഡിയോയുമായി കഴിഞ്ഞുകൂടിയാൽ മതിയോ? പഴങ്കാറ് കച്ചവടത്തിലെ ഊറൊന്നുമില്ലാതെ സജീന്ദ്രൻ നിരന്തരം ശങ്കിച്ചു. ദിവാകരനോ ജിനചന്ദ്രനോ ജർമ്മനിയിൽ നിന്ന് ഹരികൃഷ്ണനോ കൃത്യമായ ഉത്തരം നൽകാനായില്ല. അളക്കലും ചുരിയലുമായി വീട്ടിൽ സമയം കടന്നുപോയി. തീരുമാനമെടുക്കേണ്ട അവസാന ദിവസമായതും വാഹനവുമെടുത്ത് സജീന്ദ്രൻ നേരെ പീച്ചിക്ക് വിട്ടു. പറന്ന് ഡാമിലെത്തിയപ്പോൾ ആൾത്തിരക്ക് തീരെയില്ല. വ്യൂ പോയിന്റും കോൺക്രീറ്റ് റോഡും ഉപവനവും വിജനമാണ്. ഒരേയൊരു എക്സ്ട്രാ ഫിറ്റിംഗ് ആയ AC ഓൺ ചെയ്ത് എഞ്ചിൻ ഓഫാക്കാതെ അയാൾ തന്റെ പഴങ്കാറിലിരുന്നു. സ്റ്റിയറിംഗിന്മേൽ തല മെല്ലെ ചായച്ചു വെച്ചു. ചിന്തയുടെ ചൂര് വണ്ടിയിൽ നിന്ന് ഉയരുന്നുണ്ടോ? മനുഷ്യഭാഷ കുറേശ്ശെ ഉതിരുന്നുണ്ടോ? സംശയം തോന്നിയതും ടെൽ എവരിത്തിങ് എന്ന് സജീന്ദ്രൻ ശകടത്തോട് കെഞ്ചി. പലതവണ സ്റ്റിയറിംഗിന്മേൽ തലവെച്ച് മുട്ടിച്ചു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. പഴങ്കാറ് തനിയെ റേസായി. കാല് മാറ്റിവെച്ചാണ് താൻ ഇരിക്കുന്നതെങ്കിലും ആക്സിലേറ്റർ ചവിട്ടിയ പോലെ എഞ്ചിൻ പെരുത്തു. പരപ്പിൽ നിന്ന് അക്ഷരക്കഷ്ണങ്ങൾ തെറിക്കാൻ തുടങ്ങി. അവ ഒട്ടിച്ചേർന്ന് വാക്കുകളും വാചകങ്ങളും ഉരുത്തിരിഞ്ഞു. എന്നിട്ട് എങ്ങനെ ബന്ധപ്പെട്ട സജീന്ദ്രൻ ആ ഇരപ്പിനോട് വിശദീകരണത്തിന് ഇരന്നുകൊണ്ടിരുന്നു.
ചെവി കൂർപ്പിച്ച് ആ ആ ആ എന്ന് കാറിന്റെ മറുപടികൾ മൂളിക്കേട്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ മുഖം പ്രബുദ്ധവും പ്രസന്നവും പരമശാന്തവുമായി. ചൊല്ലിക്കൊടുത്തത് പകർത്തിയെഴുതുന്നവന്റെ സരളതയോടാണ്. 3 ആഴ്ച കൊണ്ട് പ്രോജക്റ്റിന്റെ ഇടപാടുകൾ മുഴുവൻ അയാൾ പ്രവാസി കമ്പനിയുമായി പൂർത്തീകരിച്ചത്. എങ്ങനെ അത്ര സിമ്പിളായിട്ട് നീ കാര്യങ്ങളുടെ കുരുക്കഴിച്ചത്? ഈ ചോദ്യം പലതവണ ദിവാകരനും ജിനചന്ദ്രനും ചോദിച്ചെങ്കിലും നാളെ പറയാം അച്ഛ, മറ്റന്നാൾ പറയാം ഏട്ട എന്ന് സജീന്ദ്രൻ ഒഴിഞ്ഞുമാറി. പക്ഷേ ഒരു നാളെയും ഒരു മറ്റന്നാളും അയാൾ രഹസ്യം വെളിപ്പെടുത്താൻ പോകുന്നില്ല. കാരണം മുത്തച്ഛൻ സഞ്ചരിച്ചിരുന്ന വണ്ടി എന്നതെല്ലാം വേറെ കാര്യം. കാറ് തന്നോട് സംസാരിച്ചെന്നും ഉപദേശിച്ചെന്നും കേട്ടാൽ ഏട്ടനിലെ ഡോക്ടറുടെ മട്ട് മാറും. സ്കിസോഫ്രീനിയയുടെ സിംറ്റംസായി അത് തിരിച്ചറിയപ്പെടും. ഇടയ്ക്ക് തന്നെ പിടിച്ച് സൈക്യാട്രിസ്റ്റിന്റെ അടുത്തും അങ്ങേര് കൊണ്ടുപോകും. പൂതപ്പാട്ട് വായിച്ച് രസിക്കാനെല്ലാം കൊള്ളാം. സത്യമായി അതങ്ങ് ഭവിച്ചാൽ ആർട്ടിന്റെയും ആർക്കിടെക്ചറിന്റെയും ലോകോത്തര ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ സജീന്ദ്രൻ സാറിന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ വരുന്ന വാർത്ത വലിയ ചലനമാണ് കലാകേരളത്തിൽ സൃഷ്ടിച്ചത്. സംഭവം മൾട്ടിനാഷണലിസത്തിന്റെ കൾച്ചറൽ രംഗത്തേക്കുള്ള നുഴഞ്ഞുകയറ്റമാണെന്ന ചർച്ചയും സോഷ്യൽ മീഡിയയിൽ മുറുകി. ഇടതുപക്ഷക്കാരിൽ തുറസ്സുവാദികൾ പ്രോജക്റ്റിനെ അനുകൂലിച്ചപ്പോൾ യാന്ത്രികവാദികൾ എതിർത്തു. അമേരിക്കൻ മലയാളി കൂട്ടായ്മയിൽ വെച്ച് വിവരമറിഞ്ഞ MA ബേബി ചിക്കാഗോയിൽ നിന്ന് സജീന്ദ്രനെ നേരിട്ട് വിളിച്ച് ഭാവുകങ്ങൾ നേർന്നു. ഇത് കേരളത്തിലെ ചിത്രകാരന്മാരുടെ അഭിമാന മുഹൂർത്തമെന്ന് പ്രഖ്യാപിച്ച് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള താടിക്കാരും മുടിക്കാരും തൃശൂരിലേക്ക് അടിച്ചാർത്തു. ടച്ച്വുഡ് പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നന്നായി ആരംഭിച്ചു. പെട്ടെന്ന് പ്രശസ്തനായതും സാൻ ഫ്രാൻസിസ്കോയിലെ ഇന്ത്യൻ എൻവയറൺമെന്റ് ഫൗണ്ടേഷന്റെ ഫ്യൂച്ചർ ഓഫ് ഹ്യൂമൻ റേസ് ഇന്റർനാഷണൽ സെമിനാർ ഗോഡ്സ് ഓൺ കൺട്രിയിൽ നടത്താനുള്ള ചുമതലയും സജീന്ദ്രനിൽ വന്നു ചേർന്നു. മനുഷ്യഭാവിയെ സംബന്ധിച്ച എല്ലാ വിഷയങ്ങളും പര്യാലോചിക്കലായിരുന്നു ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുമായി കൊലാബറേറ്റ് ചെയ്ത അന്തർദേശീയ സെമിനാറിന്റെ ലക്ഷ്യം. 4 ദിവസം നീളുന്ന സെമിനാറിൽ 14 രാജ്യങ്ങളിൽ നിന്ന് 45 പ്രഗത്ഭർ പങ്കെടുക്കും. 55 പ്രബന്ധങ്ങൾ അവതരിപ്പിക്കപ്പെടും. വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്നും 400-ൽ പരം ഡെലിഗേറ്റുകൾ എത്തിച്ചേരും. പ്രബന്ധാവതരണങ്ങൾക്ക് ശേഷം രാത്രി 9 മണി വരെ സംവാദങ്ങൾ കൊഴുക്കും. തുടർന്ന് ക്യാമ്പ് ഫയറും മ്യൂസിക്കും ഡിന്നറും ഉണ്ടായിരിക്കും. ഇംഗ്ലീഷ് പേടി അശേഷമില്ലാത്തതിനാൽ സെമിനാർ ഡയറക്ടറായി പ്രവർത്തിക്കാൻ സജീന്ദ്രന് സങ്കോചമേ തോന്നിയില്ല. മുത്തച്ഛന്റെ നിശിതമായ നോക്കും ചാരുവദനവുമുള്ളതിനാൽ മറ്റുള്ളവർ തന്നെ ആദരിക്കുമെന്നും തീർച്ചയാണ്. എന്നാൽ പ്രോഗ്രാം ഡയറക്ടറായി വാലിഡിക്ടറി സ്പീച്ചുകൾ നടത്തുമ്പോൾ വന്നേക്കാവുന്ന കാഴ്ചപ്പാടുകളുടെ കുഴമറച്ചിലാകും ഒരേയൊരു പ്രശ്നം. ഓരോ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോഴും അവയാൽ കാരീരവയാകുന്ന സ്വഭാവം തനിക്കുണ്ട്. പച്ചയ്ക്ക് പറഞ്ഞാൽ ഉറച്ച നിലപാടുകളുടെ അഭാവം, പുതുതലമുറയുടെ പുതുപരാധീനത. ഇതും വെച്ച് താനെങ്ങനെയാണ് സെഷനുകളുടെ വാലിഡിക്ടറി മെസ്സേജ് നൽകുക? പതറിപ്പോയ സജീന്ദ്രൻ ജിനുവേട്ടന്റെ പുതുപുത്തൻ ഇന്നോവയ്ക്കടുത്ത് ചമ്മലില്ലാതെ നിൽക്കുന്ന തന്റെ പഴങ്കാറിനെ സൂക്ഷിച്ചു നോക്കി. ബോണറ്റിൽ പ്രസരിക്കുന്ന ആത്മവിശ്വാസം, ബമ്പറിൽ മുനയ്ക്കുന്ന ഏകാഗ്രത, 1/2 ഇഞ്ച് കട്ടി ബോഡിക്കുള്ള പേശീബലം, വൈഫൈയോ GPS-ഓ ഏശാത്ത ഉറച്ച സ്വത്വം. മറ്റ് കാറുകൾ പരസ്പരാസൂയയാൽ വിയർക്കുമ്പോൾ ഹെഡ്ലൈറ്റിലൂടെ ദീർഘവീക്ഷണം നടത്തി ആകാശോന്മുഖമായാണ് ആശാന്റെ നിൽപ്പ്. ഇദ്ദേഹമുള്ളപ്പോൾ ഞാനെന്തിനാ പേടിക്കുന്നു? അയാൾ ആത്മഗതപ്പെട്ടു. മെനസ് ഓഫ് എത്തിനിസിറ്റി
ആൻഡ് കമ്മ്യൂണലിസം എന്ന സെഷനായിരുന്നു സജീന്ദ്രന് ആദ്യമായി ആതിഥ്യം വഹിക്കേണ്ടതും സമാപനമൊഴി നൽകേണ്ടതും. ഊട്ടുപുര സാധനങ്ങൾ മുതൽ സായിപ്പിന് ചന്തി തുടയ്ക്കാൻ ടിഷ്യൂ പേപ്പർ വരെ ഒരുക്കേണ്ടതിനാൽ തലേന്ന് രാത്രി മാത്രമാണ് വിഷയത്തെക്കുറിച്ച് ആലോചിക്കാൻ അവസരം ലഭിച്ചത്. ഉടൻ അയാൾ തന്റെ കാറിൽ കയറി തേക്കിൻകാട് മൈതാനത്തേക്ക് കുതിച്ചു. എഞ്ചിൻ ഓഫാക്കാതെ ഹാൻഡ് ബ്രേക്ക് ഇട്ട് വണ്ടി ന്യൂട്രലിൽ നിർത്തി. വിവിധ പേപ്പർ പ്രസന്റേഷനുകളുടെ സംഗ്രഹം മുൻകൂട്ടി കിട്ടിയിരുന്നതിനാൽ വിരുദ്ധ വീക്ഷണങ്ങൾ അന്തരംഗത്ത് പൊരുതുകയാണ്. കാഴ്ചപ്പാടുകളുടെ സംഘർഷമുനയിൽ സജീന്ദ്രൻ സീറ്റിൽ അന്തിച്ചിരുന്നതേയുള്ളൂ. പീച്ചിയിൽ സംഭവിച്ച പോലെ ആക്സിലറേറ്റർ ചവിട്ടാതെ തന്നെ എഞ്ചിൻ റേസായി. പരപരപ്പിൽ നിന്ന് വാക്കുകളും വാചകങ്ങളും പിറവികൊണ്ടു. ഹാ, ഇക്കുറി പുഴ പോലെയാണല്ലോ ഭാഷയുടെ ഒഴുക്ക്. 100% ഞാനൊരാര്യ, കൂറും കുടുമയുമുള്ള ഹിന്ദു. പയ്യിലും പാമ്പിലും കാവുതോറും കല്ലിലും കാണുമോ ഞാൻ ഈശ്വരനെ. അല്ല, കവിതയാണല്ലോ, അതും ഇസ്ലാമിന്റെ വന്മലയാണല്ലോ കൂലംകുത്തി വരുന്നത്. കാറുന്ന ചെത്തമാണെങ്കിലും ഈണത്തിനായുള്ള കാറിന്റെ കഠിനാധ്വാനത്തിൽ സജീന്ദ്രന് അയ്യോ പാവം തോന്നി. എത്രയായാലും ചെറുനാവില്ല യന്ത്രമല്ലേ. മുത്തച്ഛന്മാരെ കൊച്ചുമക്കൾ തിരിച്ചു കൊഞ്ചിക്കും പോലെ വണ്ടിയുടെ സ്പീഡോമീറ്റർ താടിയിൽ അയാൾ അരുമയോടെ തലോടി. മിനിറ്റുകൾക്കകം സെമിനാർ സെഷന് വേണ്ട അവസാന സന്ദേശം എഞ്ചിനിരപ്പിൽ നിന്ന് ചുരന്നുവന്നു. അപരസുത്വത്തിന്റെ തോളിൽ കൈയിട്ട് നടക്കൽ പ്രയാസകരമേയല്ലെന്നും മറിച്ച് പെണ്ണിനോടുള്ള ആണിന്റെ സംയോജന ത്വര പോലെ ആഹ്ലാദകരമാണെന്നും അതിനാൽ മെനസ് ഓഫ് എത്തിനിസിറ്റി ആൻഡ് കമ്മ്യൂണലിസം എന്ന വിഷയമേ മൗലികമായി മിഥ്യയാണെന്നുമായിരുന്നു അതിന്റെ രത്നച്ചുരുക്കം. പിറ്റേന്നത്തെ വേ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വിഷയത്തിലും കുറ്റിപ്പുറം പാലത്തിനു മുകളിലൂടെ ഒരു വഴി സജീന്ദ്രന് പഴങ്കാറ് കാണിച്ചു കൊടുത്തു. കവി കുറ്റിപ്പുറം പാലത്തിൽ നിന്ന് പുറംതിരിഞ്ഞു പോകുന്നുണ്ടോ? ഇല്ല. കയറി നിൽക്കുന്നില്ലേ? ഉണ്ട്. എന്നാലോ നാളെയൊരു അഴുക്കുചാലാകാവുന്ന അപകടത്തെ മുൻകൂട്ടി കാണുന്നുമുണ്ട്. അതാണ് വേ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അപ്പോൾ ഹവോക്ക് ഓഫ് ഫോഴ്സ്ഡ് മൈഗ്രേഷന്റെ സൊല്യൂഷനോ? മൂന്നാം സെമിനാറിന്റെ സമാപന സന്ദേശത്തിനു വേണ്ടി വീണ്ടും തേക്കിൻകാട്ടിൽ വെച്ച് സജീന്ദ്രൻ തന്റെ വാഹന ഹൃദയത്തോട് തിരക്കി. അതോടെ ന്യൂട്രലിൽ കിടന്നിരുന്ന വണ്ടിയുടെ ശാന്തത അസ്തമിച്ചു. എഞ്ചിനിരപ്പ് വല്ലാതെ പെരുകി. പ്രസവിച്ചത് ഇന്ത്യയായാലും ഇംഗ്ലണ്ടായാലും ആഫ്രിക്കയായാലും കുടിയിറക്കപ്പെട്ടവരെ ചേർത്ത് പുതിയ അതിർത്തികൾ വരയ്ക്കാനും പഴയവ മായ്ച്ചു കളയാനുമായിരുന്നു കാറിന്റെ കാറിച്ച. ഗംഭീരം. ഹാവോക്ക് ഓഫ് ഫോഴ്സ്ഡ് മൈഗ്രേഷന്റെ കൺക്ലൂഡിംഗ് വിഷനും റെഡിമണി. ഇനി അവസാനത്തെ സെമിനാറിന്റെ വിഷയം എന്താണാവോ? അടുത്ത രാത്രി അതേ തേക്കിൻകാട് മൈതാനത്ത് വെച്ച് ബ്രേക്കിട്ടതും അടിക്കാതെ മുഴങ്ങിയ ഹോണിലൂടെ പഴങ്കാറ് സജീന്ദ്രനോട് അങ്ങോട്ട് ചോദിച്ചു. പാൻഡമിക് ആൻഡ് എക്സ്ട്രാ പവേഴ്സ് ഓഫ് ഗവൺമെന്റ്സ്. അയാൾ ഉത്തരം കൊടുത്തു. വണ്ടിയൊന്ന് മൂളി. അധികാരവിരുദ്ധമായ ഇടശ്ശേരി കവിതകൾ ലോഹച്ചുണ്ടിലൂടെ ഒഴുക്കിയായിരുന്നു കാറ് വിഷയത്തെ പരിചരിച്ചത്. അധികാരം കൊയ്യണമാദ്യം നാം, അതിനുമേലാകട്ടെ പുഞ്ഞാരൻ എന്ന ഈണം പല്ലുകടിയുടെ ഇറുമ്മൽ പോലെ ഉയർന്നു കേട്ടു. കോവിഡിന്റെ മറവിൽ ഭരണകൂടങ്ങൾ കാട്ടിക്കൂട്ടിയ അതിക്രമങ്ങളെ ശകാരിക്കുമ്പോൾ ക്ഷോഭം കൊണ്ടാകാം എഞ്ചിൻ നിരന്തരം റേസായിക്കൊണ്ടിരുന്നു. ന്യൂട്രലിൽ നിന്ന് ഗീറിലേക്കെങ്ങാനും വഴുതിയാൽ വണ്ടി കുതിച്ചു ചാടില്ലേ എന്ന് സജീന്ദ്രൻ പേടിച്ചുപോയി. നോം ചോംസ്കി, എഡ്വേർഡ് സ്നോഡൻ, ബ്രൂണോ ലാത്തൂർ, യുവാൽ നോഹ് ഹരാരി എന്നീ ലോകൈക ബുദ്ധിജീവികളുടെ വീക്ഷണങ്ങൾ അയാൾ വിവരിച്ചപ്പോൾ
നിഷ്പ്രയാസം അവയിലെ നെല്ലും പതിരും വാഹനപ്പിരപ്പ് വേർതിരിച്ചു കൊടുത്തു. വിഷയം സ്ലാവൂഡ് സിസേക്കിലെത്തിയപ്പോഴാകട്ടെ ശവം തീനി മുതലാളിത്തമെന്ന് വിളിച്ച ഈ ചങ്ങാതിയല്ലേ മഹാമാരിയെപ്പറ്റി എഴുതിയ തന്റെ ഗ്രന്ഥം മാർക്കറ്റിലാക്കാക്കി ബന്ധപ്പെട്ട് ഇറക്കിയതെന്ന് ഗീർലിവർ കയർത്തതായി തോന്നി. പാൻഡമിക് സിറ്റുവേഷനിൽ എക്സ്ട്രാ പവേഴ്സ് സ്റ്റേറ്റിന് ഇന്നവിറ്റബിളാണെന്ന സിസേക്കിയൻ ചിന്ത സജീന്ദ്രൻ പങ്കുവച്ചതും യന്ത്രഹൃദയത്തിന് സഹിച്ചില്ല. വേണ്ട സിസക്കെ വേണ്ട, മഹാമാരിയുടെ പേരും പറഞ്ഞ് സർക്കാരുകളുടെ തോന്യാസത്തിന് കൂട്ടുനിൽക്കണ്ട. അയിക്കാരൻ ബാവുട്ടിയാക്കിക്കൊണ്ട് മോന്തയ്ക്കൊന്ന് തരിപ്പിക്കുമുട്ട. പൊന്നാനിയുടെ പരമാവധി ഹിംസാത്മകതയിൽ എഞ്ചിൻ ഒച്ചവെച്ചു. ഉറൂബ് മുതൽ വിജു നായരങ്ങാടി വരെയുള്ളവരുടെ 70mm ചിരി സജീന്ദ്രനിൽ അപ്പോൾ തെള്ളി. വരപ്രസാദം പോലെ വണ്ടിയിൽ നിന്ന് കിട്ടി അയാൾ മുന്നോട്ട് വെച്ച ആശയങ്ങൾക്ക് ഗംഭീരൻ സ്വീകാര്യതയാണ് കൺക്ലൂഡിംഗ് സെഷനുകളിൽ ലഭിച്ചത്. മാത്രമല്ല അക്കാഡമിക് മണ്ഡലങ്ങളിൽ അവ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടു. സോഷ്യൽ മീഡിയകളിൽ വൈറലായി. വാചകമേളകളിൽ സജീന്ദ്രന്റെ വാക്കും കാരിക്കേച്ചറും പ്രത്യക്ഷപ്പെട്ടു. അതെല്ലാം പോകട്ടെ, ഓസ്ട്രേലിയയിൽ നിന്നും അമേരിക്കയിൽ നിന്നും സ്വിറ്റ്സർലാൻഡിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ഈജിപ്തിൽ നിന്നും എത്തിയ എല്ലാ തലമുറയിൽപ്പെട്ട പ്രഗത്ഭർക്കും ആ വീക്ഷണങ്ങൾ പ്രിയങ്കരമായി ഭവിച്ചു. അപ്പോൾ നീളൻ ജുബ്ബ ധരിച്ച് ലളിതനായി നടന്ന ഒരു ആധാരമെഴുത്തുകാരന്റെ നവോത്ഥാന ദർശനങ്ങൾ അനാദിയായ മനുഷ്യപ്രജ്ഞയുടെ ഉണർച്ചയായിരുന്നു. സർവകാലദേശങ്ങൾക്കും ബാധകമായിരുന്നു. പുതുപുത്തൻ ചിന്തകരെ കവയ്ക്കുന്നതായിരുന്നു. ഈയാമ്പാറ്റപ്പെടുന്ന PhD തിസീസുകൾക്കപ്പുറം ഉറപ്പുള്ള സത്യങ്ങൾ സത്യാനന്തര ലോകത്തും പ്രഖ്യാപിക്കുന്നതായിരുന്നു. ഫ്യൂച്ചർ ഓഫ് ഹ്യൂമൻ ഇന്റർനാഷണൽ സെമിനാർ കഴിഞ്ഞതും എന്തോ ഏറ്റുകൊണ്ട തരത്തിലായി സജീന്ദ്രന്റെ നടപ്പും ഭാവഭാവാദികളും. പുകഴ്ത്തലും കൊണ്ടാടലും യഥേഷ്ടമുണ്ടായെങ്കിലും അതൊന്നും അയാളെ ഏശിയില്ല. ഗൗരവതരമായ കരുണരസം മാത്രം മുഖത്ത് വഴിഞ്ഞു. അച്ഛനും ജ്യേഷ്ഠന്മാരുമെല്ലാം ഇളമുഴക്കാരന് മുന്നിൽ അറിയാതെ പതറിപ്പോയി. പക്ഷേ സാധാരണവിധം സജീന്ദ്രൻ വീട്ടിൽ നിന്ന് സ്റ്റുഡിയോയിലേക്ക് പോയി വന്നു. തകൃതിയായി പുരോഗമിക്കുന്ന ആർക്കിടെക്ചർ പദ്ധതിക്ക് വേണ്ട മേൽനോട്ടങ്ങൾ വഹിച്ചു. പഴയ സ്നേഹാദരങ്ങൾ തന്നോടും വാഹനത്തോടും റോഡ് ട്രാഫിക് കാണിക്കുന്നുണ്ടെങ്കിലും നട്ടുച്ചയ്ക്കും പാതിരാക്കറുപ്പ് അയാൾക്ക് പലപ്പോഴും അനുഭവപ്പെട്ടു. വൈകിയില്ല. നിമിത്ത സൂചന ഇരുൾ മൂടിക്കെട്ടിയ കൂറ്റൻ ലോറിയായി അടുത്താഴ്ച തന്നെ സജീന്ദ്രന്റെ വണ്ടിയുടെ നടയ്ക്കടുത്തു. ഗംഭീരൻ ഹെഡ്ലോൺ കൊളീഷനായിരുന്നു കുന്നംകുളം റൂട്ടിൽ വെച്ച് നടന്നത്. പക്ഷേ കണ്ണുപറ്റിപ്പോകരുതല്ലോ. ഏതോ കൊച്ചു വിടവിലൂടെ മലക്കം മറിഞ്ഞ് സാരഥി റബ്ബർ പന്ത് പോലെ ദൂരേക്ക് തെറിക്കപ്പെട്ടു. MK പത്രോസിന്റെ ഫർണിച്ചർ മാർട്ടിലെ പതുപതുത്ത കിടക്കയിൽ സജീന്ദ്രൻ പിടഞ്ഞു വീണു. മറുഭാഗത്ത് കാറാകട്ടെ കൈയും കാലും കഴുത്തും കണ്ണും പല വഴിക്ക് ചിതറിയ മനുഷ്യ ശരീരമായി റോഡിൽ കുമിഞ്ഞു. മുന്നിലും പിന്നിലുമായി ബ്രേക്കിട്ട വാഹനങ്ങൾ അത് കണ്ട് പരിഭ്രാന്തരായി. കാറുകാർന്നവരെ ശരിക്കറിയുന്ന തൃശൂരിലെ ജനങ്ങൾ കരച്ചിലോടെയാണ് ചുറ്റുപാടുകളിൽ നിന്ന് പരപാഞ്ഞെത്തിയത്. 1 നിമിഷം, 2 നിമിഷം, 3 നിമിഷം. കിടക്കയിൽ നിന്ന് ചാടിയെഴുന്നേറ്റ സജീന്ദ്രനും ആളുകൾക്ക് പിറകെ തന്റെ കാറിന് നേരെ ഓടിയെടുത്തു. തിക്കിത്തിരക്കിയതിന്റെ പേരിൽ കയർത്ത ഒരുവനോട് താൻ ഈ വണ്ടിയുടെ ഉടമയാണെന്ന് അലറി വിളിച്ചു. ആ കഷ്ടം! എല്ലും കൂലുമായി കിടന്ന പ്രിയരഥത്തെ നിർനിമേഷം നോക്കി നിന്നു. കാറിന്റെ ബോണറ്റ് 6 അടി അപ്പുറത്ത് തെറിച്ചു കിടക്കുകയാണ്. സ്റ്റിയറിംഗ് ഛേദിക്കപ്പെട്ട് ചക്രം പോലെ ഉരുണ്ടു വീണിരിക്കുന്നു. സ്പീഡോമീറ്റർ
ഗീർ ലിവർ എന്നിവ തെക്കുകിടക്ക് ശയിക്കുന്നു. ടയറുകൾ എങ്ങോട്ടോ വേർപെട്ടു പോയിട്ടുണ്ട്. നട്ടുകളും ബോൾട്ടുകളും ടാറിന്റെ മാംസളതയിൽ പൂണ്ടു നിൽക്കുകയാണ്. എന്നിട്ടും പ്രയാസപ്പെട്ട് റീസാകുന്ന പാവം എഞ്ചിനെ സജീന്ദ്രൻ വിസ്മയത്തോടെ നമിച്ചുപോയി. ചെവി കൂർപ്പിച്ച് കുറേശ്ശെ അടുത്തെത്തിയപ്പോൾ മരണാസന്നന്റെ നേരിയ പിറുപിറുപ്പ് അയാൾക്ക് കേൾക്കാൻ കഴിഞ്ഞു. തന്റെ അവയവഭാഗങ്ങൾ ഒന്നുപോലും പാഴാക്കരുതത്രേ, പെറുക്കിയെടുക്കണമത്രേ. പഴയ കാറുകാരെ കണ്ടെത്തി ദാനം ചെയ്യണമത്രേ. മാറി നിൽക്കിൻ, മാറി നിൽക്കിൻ, എന്റെ വണ്ടിയിൽ നിന്ന് എല്ലാവരും വിട്ടുമാറി നിൽക്കിൻ. കൽപ്പനാസ്വരത്തിൽ സജീന്ദ്രൻ അപ്പോൾ ഒച്ചവെച്ചു. ആളുകൾ അത്യാവശ്യം സഹകരിച്ചു. ഒഴിവ് ലഭിച്ചതും അങ്ങ് ചിതറിക്കിടക്കുന്ന ഗീർ ലിവറും സ്പീഡോമീറ്ററും സ്റ്റിയറിംഗ് ചക്രവും ബോണറ്റും ടയറും അയാൾ തിരക്കിട്ട് സംഭരിച്ചു. ഒരു ഭാഗത്ത് കൂമ്പാരം കൂട്ടി. എഞ്ചിൻ നിലച്ചിരുന്നതിനാൽ അതിനെയും റോഡരുകിലേക്ക് വലിച്ചിഴച്ചു മാറ്റി. നട്ടുകൾ, ബോൾട്ടുകൾ, ബുഷുകൾ, കോയിലുകൾ എന്നിവ പെറുക്കിയെടുത്ത് ഷർട്ടിന്റെ പോക്കറ്റുകളിൽ നിക്ഷേപിച്ചു. പക്ഷേ പോക്കറ്റ് നിറയുന്നില്ല. ദ്രവീകരിക്കുന്ന വസ്തുക്കളെ പോലെ അകത്തേക്ക് സ്വീകരിക്കപ്പെടുകയാണ്. എന്നാൽ ഇത് കാറിന്റെ പാർട്സുകൾ മാത്രമായിരിക്കില്ലേ? കാലാകാലം സൂക്ഷിച്ചു വെക്കേണ്ട മൂല്യങ്ങളുടെയും ചിന്തകളുടെയും ആത്മഭാഗങ്ങളാകുമോ?